എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ടെലികോം അവലോകന യോഗത്തിലാണ് മൊബൈൽ ഡാറ്റ ഉപയോഗത്തിന് നികുതി ഈടാക്കുവാനുള്ള പുതിയ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും 1 GB 1 രൂപ, 1 GB ഡാറ്റയ്ക്ക് 1 രൂപ നികുതി ചുമത്തുവാൻ കഴിയുമോ എന്ന് പഠിച്ച് 2026 സെപ്റ്റംബറോട് കൂടി റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിനോട് അപേക്ഷിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ടെലികോം അവലോകന യോഗത്തിലാണ് മൊബൈൽ ഡാറ്റ ഉപയോഗത്തിന് നികുതി ഈടാക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ 1 GB 1 രൂപ എന്ന നിരക്കിലാണ് നികുതി ചുമത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പഠിച്ച ശേഷം 2026 സെപ്റ്റംബറോട് കൂടി റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിനോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പരിശോധിക്കാം. സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കുക എന്നത് മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗവും സ്ക്രീൻ ടൈമിംഗും കുറയ്ക്കുക എന്നതും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട്. 22,900 കോടി രൂപയുടെ വരുമാനമാണ് പ്രധാനമായിട്ടും ഇതിലൂടെ ലഭിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്കാർ ഉപയോഗിച്ചത് ഏകദേശം 22,900 കോടി GB മൊബൈൽ ഡേറ്റയാണ്. അതായത് നികുതി നടപ്പിലാക്കിയാൽ സർക്കാരിന് 22,900 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കുന്നതാണ്. വിദഗ്ധരുടെ ആശങ്ക പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു നീക്കത്തിനെതിരെ വിദഗ്ധർ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു നികുതി പ്രായോഗികമാകുവാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ് മുൻ ട്രായുടെ ഉപദേഷ്ടാവായിട്ടുള്ള സത്യൻ എൻ ഗുപ്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ടെലികോം സേവനങ്ങളെ താറുമാറാക്കുവാൻ സാധ്യതയുണ്ടെന്നും ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മൊബൈൽ ഡാറ്റ ലഭിക്കുന്ന രാജ്യമെന്ന ഇന്ത്യയുടെ സൽപ്പേരിന് ഇത് പ്പിക്കുമെന്നുമാണ് വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു നികുതിയുമായി ബന്ധപ്പെടുത്തിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.